നമ്മുടെ ഏതൊരവസ്ഥയിലും കട്ടയ്ക്ക് കൂടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ആളെ കിട്ടിയതായിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. മൂഡ് സ്വിങ്സ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഒട്ടും ഓക്കെ അല്ലാത്ത കുറച്ച് നാളുകളായിരുന്നു കേട്ടോ. ഏട്ടയുടെ ഭാഗത്തു നിന്ന് മെൻ്റലി തരുന്ന ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ കേട്ടോ ഇന്നെനിക്ക് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നത് പോലും. അപ്പോൾ ഇന്നും ഞങ്ങൾ അല്ലുക്കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുവാണേ. ദശൂട്ടി ഞാൻ കൂടെ കൂട്ടുന്നുണ്ട്. കാരണം അവളെ വീട്ടിലാക്കിയിട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് അവൾക്ക് സങ്കടം. അതുകൊണ്ട് അവളെയും കൂടെ കൂട്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഗൈനക്കിനെ കാണാൻ വന്നതാണ് കേട്ടോ. PMS, PCOD ഇതിൻ്റെയൊക്കെ സംബന്ധമായിട്ടുള്ള കുറേ ഇഷ്യൂസിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാനും അതിൻ്റെ മെഡിസിൻസൊക്കെ വാങ്ങിക്കാനായിട്ടോ വന്നത്. അപ്പോൾ എനിക്കും ഇതൊക്കെ ആദ്യത്തെ അനുഭവം തന്നെയാണ് ഈ ഒരു PMS എന്നൊക്കെ പറയണത്. അപ്പോൾ അത് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് വന്നു. കുറേ ലോഡ് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഒരു കുഞ്ഞു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും മലയ്ക്ക് പോകുന്നുണ്ട്. അതിൻ്റേതായ പർച്ചേസും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞ് ബേക്കറിലും കയറി വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു ലോങ് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താഴെ കൊടുത്തേക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ.